ഷൺമുഖം റോഡുണ്ട് നേരെ കണ്ടത്. നമുക്ക് അൽഫോൻസ സ്ട്രീറ്റിലേക്കൊന്ന് പോയി നോക്കാം. ഷൺമുഖം റോഡിൽ നിന്ന് ആദ്യം കാണുന്ന ലെഫ്റ്റാണ് അൽഫോൻസ സ്ട്രീറ്റ്. ഒരു ആൽമരവും ഒരു പള്ളിയൊക്കെ ഉണ്ട് നേരെ. അൽഫോൻസ സ്ട്രീറ്റ് കഴിഞ്ഞു. പിന്നെ അപ്പുറത്തൊരു സ്ട്രീറ്റ് ഉണ്ട്, നമുക്ക് ആ വഴി നോക്കാം. സിറിയൻ ചർച്ച റോഡ്. സിറിയൻ ചർച്ച് എന്നല്ല, ചർച്ച റോഡ് എന്നാണ് കഴിയാണ് കേട്ടോ. ചർച്ച റോഡ്, സിറിയൻ ചർച്ച റോഡ്, സിറിയൻ ചർച്ച് റോഡ് എന്നല്ലേ? ചർച്ച് ചർച്ച് ആ ചർച്ച അങ്ങനെ ഇല്ല, എന്നെഴുതാനുള്ള നമ്മൾ പഠിച്ചാണ് സിറിയൻ ചർച്ച് റോഡ്. നമ്മൾ ഷൺമുഖം റോഡിൽ നിന്ന് കയറിയാണ്. ഇവിടെയൊക്കെ വിൻറ്റേജ് ഹോമുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആളുകളുടെ ഒരു പ്രധാന ലക്ഷ്യം. പിന്നെ ശരി വരും, അത് വേറെ കാര്യം. അതൊക്കെ നേരിട്ടൊന്നും പറയും. സിറിയൻ ചർച്ച് റോഡ്. നമ്മളൊരു കനാലിൻ്റെ സൈഡിലേക്ക് വന്നേ. ചന്തക്കുളമാണോന്ന് അറിയില്ല, കണ്ടിട്ട് ചന്തക്കുളം പോലെ തോന്നുന്നുണ്ട്. നമുക്കിത് അങ്ങോട്ട് സിറിയൻ ചർച്ച് റോഡിന് അങ്ങോട്ട് പോയാൽ നമ്മൾ ഷൺമുഖം മറ്റേ ബാനർജി റോഡിലേക്ക് എത്തിക്കാം. നേരെ പോയാൽ ഇവിടെ ഇറങ്ങുന്ന അറിയാം, നേരെ പോയാൽ ബാനർജി റോഡാണ്. സൈഡിലൂടെ പോകുന്നത് നമ്മളിവിടെ കിടന്ന് കറങ്ങാനല്ലാതെ വേറെ പരിപാടിയൊന്നുമില്ല. നേരം പോവാം വേറെ നോക്കിയില്ല. ഭാഗത്തോട്ട് എടുക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ വിൻറ്റേജ് ഹോമാണ് കേട്ടോ. ആ കാണുന്നത് മാർക്കറ്റിനോട് ഭാഗം കേന്ദ്രീകരിച്ചുള്ളൊരു വിൻറ്റേജ് ഉണ്ട്. രണ്ട് പേരും അതേ കാണുന്നു. പഴയ ബിൽഡിങ് ഇപ്പോൾ അത് മാത്രമേ ഉള്ളൂ. ആ പഴയ ബിൽഡിങ്ങുകളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തൊക്കെ കാണണമെന്നുണ്ട് ഒരു ദിവസം. വല്ല മറ്റേ ക്യാമറ വേണം, ഇത് പറ്റില്ല. ക്യാമറ നമുക്ക് ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റില്ല. നമ്മൾ പോകാനും ഇടയ്ക്ക് അതൊക്കെ പൊളിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ചെന്നിട്ട് ചന്തക്കുളം ഇവിടെ മാസ്ക് വെച്ചില്ലെങ്കിൽ നമുക്ക് അടുക്കാൻ പറ്റില്ല. മാതിരി സ്ഥലം ഒരു ബ്രിഡ്ജുണ്ട്. ബ്രിഡ്ജ് വഴി അവിടെ പഴയ പുതിയ മാർക്കറ്റ് അവിടെ കാണാം. അതിനോടനുബന്ധിച്ച് പണിയുന്ന പാർക്കിംഗ് സ്പേസാണ് ഇത്. കാറുകൾക്കും ബൈക്കിനൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്പേസാണ്. പക്ഷെ വണ്ടിയില്ല. പണിതാണെന്നാണ്, പണി വൃത്തിയായിട്ടുള്ളൂ അത് പണിയുന്നുള്ളൂ എന്നറിയില്ല. പണിത് വരുന്നേ ഉള്ളൂ പാർക്കിംഗ് സ്പേസ്. അപ്പോൾ പുതിയ മാർക്കറ്റ്, പഴയ മാർക്കറ്റിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അതിനൊക്കെ ഇടാം. നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ പഴയ ബിൽഡിങ്ങാണ് കേട്ടോ. ഈ നേരെ കാണുന്നത് നെടുങ്കണ്ടൻ കമ്പനി എന്ന് പറഞ്ഞിട്ട് ഈ ബിൽഡിംഗ് ഉണ്ടോ. ഇതൊക്കെ റോയൽ ഏജൻസീസ്. പഴയ വിൻറ്റേജ് ഹോം കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണോന്നറിയില്ല. ആ വളവുണ്ട്, അതിൻ്റെയൊക്കെ നല്ല ഭംഗിയിൽ എടുത്തിരിക്കുന്നു. ഇത് നമുക്കൊന്ന് പോയി നോക്കാം. അവിടെ എത്താൻ പറ്റുമെന്നറിയില്ല. പുള്ളി
ശരിയാണ്. നമുക്ക് ഇവിടം വരെ വരാനുള്ള ഇതുള്ളൂ. അത് വീടാണ് സംഗതി. നമുക്ക് പോകാൻ പറ്റുമെന്നറിയില്ല. ഞാനും പോയി നോക്കാമല്ലേ. ആരെയും മുറ്റം വഴിയാണോന്നറിയില്ല. അങ്ങോട്ട് വഴി ഉണ്ടാവും ചോദിച്ചാൽ പോകുന്നു. വഴിയില്ലെന്നാണ്. ഇല്ല, ഇത്രേ ഉള്ളൂ. നമ്മൾ റൈറ്റൊക്കെ ചെറിയ ചെറിയ വഴികളാണ്. അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. തിരിച്ചോ. മാർക്കറ്റിൻ്റെ അകമുണ്ട്. ഇതൊക്കെ ബ്രോഡ്വേ കേന്ദ്രീകരിച്ചുള്ള മാർക്കറ്റ് റോഡിൻ്റെ ഭാഗത്തുള്ള കാഴ്ചകളാണ്. അകത്ത് പോയി. ഇവിടെ ഓക്കെ. ഇതിലൊന്ന് പോയി ഓക്കെ. ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നുണ്ട്. അതൊക്കെ പഴയ ബിൽഡിങ്ങാണേ. അവിടെ ഇപ്പം അതിൻ്റെ അകത്ത് ചെടിയൊക്കെ ഉള്ള വെച്ച് പിടിപ്പിച്ചാണ്. ഇതൊക്കെ പഴയ ബിൽഡിംഗ് ആയിരുന്നു. അതൊക്കെ പോയി പൊട്ടിപ്പൊളിച്ച് പകുതി ഇതൊക്കെ ആക്കി. ഇപ്പം നമ്മൾ ഒരു ഗലിയിലൂടെ പോയാണ്. കൊച്ചി നഗരത്തിൽ, എറണാകുളം നഗരത്തിൻ്റെ ഒരു ഗലി എന്ന് പറയാം. പാർപ്പിടമുണ്ട്, കൊമേഴ്ഷ്യലുമാണ്. ഇതൊക്കെ ഷട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വീണ്ടും പഴയ റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ വന്ന വഴി തന്നെയാണ് സിറിയൻ ചർച്ച് റോഡ്. നേരെയും ഒരു റോഡുണ്ട്. നമുക്ക് ഇതിലെ പോവാൻ. ഓക്കെ. അപ്പോൾ സിറിയൻ ചർച്ച് റോഡിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇടതുവശത്തേക്ക് തന്നെ പോവാം. ഉദ്ദേശിച്ചതും ഉണ്ടോ അതിൻ്റെ ഹാറ്റൊക്കെ വെച്ചിട്ട്. മനസ്സിലായി. മാർ ലൂയിസ് ആർട്ട് സെൻറ്റർ. ഇവിടെ വലിയ സ്റ്റാച്ചു ഒക്കെ, ഈ ക്രിസ്ത്യൻ രൂപങ്ങളുടെയൊക്കെ സ്റ്റാച്ചു വെക്കുന്ന സമയം അതൊരു ഉദ്ദേശങ്ങളുമുണ്ട്. നമുക്ക് ഇതിന് പോകാം. അപ്പോൾ അത് സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സ്ഥലമാണ്. ക്രിസ്ത്യൻ രൂപങ്ങൾ മാത്രമേ. ഇവിടെ കേരള പോലീസ് ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് ക്യാമ്പ് റൈറ്റ് സൈഡിൽ കാണുന്നത്. അവിടെ ക്യാമ്പുണ്ട് റൈറ്റ് സൈഡിൽ കാണുന്നത്, പോലീസ് ക്യാമ്പ്. അവിടെ ഒരു ഗലിയുണ്ട്. നമുക്ക് അതിനകത്തേക്ക് കയറി നോക്കാം. കയറാൻ പറ്റുമെന്നറിയില്ല. പോയാലും നമ്മൾ ഇതിലേ പോവും. എവിടെ എത്തും. അവിടെ പുള്ളിക്കാരി പോകാൻ പറ്റുമെന്നറിയില്ല. അത്ര ഉള്ളൂ. ഇടം വരെ ഉള്ളൂ കേട്ടോ. നോക്കില്ലാന്നാണ് വഴി. ഇതൊരു ഗലിയാണ്. അങ്ങോട്ട് വഴിയില്ലാന്നാണ് അതിൻ്റെ.
അതുകൊണ്ട് അവിടെ വരെ പോകുന്നതെന്ന് അറിയില്ല, പോവാം. ഇവിടെ നമ്മൾ ഇതൊക്കെ വിൻറ്റേജ് ഹോമാണ് കേട്ടോ, ഏകദേശം. ശരിക്കും ഇവരൊക്കെ എഴുതുന്ന പഴയ ആളുകളായിരുന്നു ഇതൊക്കെ. നമ്മളിപ്പോൾ അവിടെ നിന്ന് വന്ന വഴി തന്നെയാണല്ലേ, നമ്മളിപ്പോൾ അങ്ങോട്ട് പോയ വഴിയാണ്, തിരിഞ്ഞ് അതിൽ വന്നു. ഓക്കെ, നമുക്കായാലും ഇതിൽ പോവാം. ഏകദേശം ചന്തക്കുളമാണ്, നമുക്ക് മൂക്ക് മതിയാതെ പോകാൻ പറ്റില്ല. 2 ലെയറെങ്കിലും വേണം മാസ്ക്. ഇതൊക്കെ മാർക്കറ്റ് കണ്ടോ, ഇതൊക്കെ ആകെ അലമ്പായി. പുതിയ മാർക്കറ്റൊക്കെ പണിയുമ്പോൾ ഇതെല്ലാം ആദ്യം ക്ലീൻ ആക്കേണ്ടിയിരുന്നു. മാർക്കറ്റ് മാത്രം പറഞ്ഞുകൊണ്ടെന്നായി. ആദ്യം മാർക്കറ്റിൽ പണ്ട് അപ്പച്ചനായിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് കെട്ടുകുളത്തിൽ സാധനം കൊണ്ടുപോകാറുണ്ട് ചെറുപ്പത്തിലിട്ടോ. അപ്പോൾ നമ്മൾ മാർക്കറ്റ് റോഡിലോട്ട് കയറി, വീണ്ടും തിരക്കിൻ്റെ ഭാഗത്തേക്ക് കയറി. ഞങ്ങൾ പോയിട്ട് കാര്യമുണ്ടോയെന്ന് അറിയില്ല, തിരക്കാണ്. പോകാനൊക്കെ അങ്ങനെ നമ്മൾ ബ്രോഡ്വേയിലെത്തി, മെയിൻ തിരക്കിൻ്റെ ഏരിയയിലെത്തി. ഞാനും വന്ന് ഇവിടെ ഷൂട്ട് ചെയ്തതാണ്. ഇവിടെ എപ്പോഴും പച്ചക്കറി മാർക്കറ്റ് ഇപ്പോഴും പ്രശ്നം ചെയ്യുന്നുണ്ട്. പുതിയ മാർക്കറ്റാണ്. മാർക്കറ്റിൻ്റെ സൈഡിൽ കൂടി നമുക്കൊന്ന് പോകാം. പണ്ട് ഇവിടെ വെറുതെ കംപ്ലീറ്റ് ഞങ്ങളെ പോണെന്ന് അറിയില്ല, അപ്പുറത്തോട്ട് കിടക്കാൻ പറ്റുമെന്ന് വിചാരിക്കണം. മറ്റേ മാർക്കറ്റിൻ്റെ ഭാഗത്ത് ഇതാണ് പുതിയ മാർക്കറ്റിൻ്റെ സൈഡ്. അതിൻ്റെ അകം നമ്മൾ പിന്നെ എപ്പോഴെങ്കിലും എടുക്കാം. മാർക്കറ്റ് മാർക്കറ്റ് ഇപ്പോൾ ഇരുട്ടായി, രക്ഷയില്ല. അതിന് തിരക്കിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടുണ്ട്. മാർക്കറ്റ് അങ്ങനെ എറണാകുളം നഗരത്തിൻ്റെ തിരക്കിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടുണ്ട്. ഓക്കെ,
വശത്ത് തുറന്നു വെക്കണത് പോണേ. അന്യവാഹനങ്ങൾ അകത്ത് പ്രവേശിക്കരുന്നാണ്. ഇവിടെ പഴയ ബിൽഡിങ്ങാണ്. ഹോംലി ഫുഡ് പല ബിൽഡിംഗ് ആണെന്നറിയില്ല കേട്ടോ. ഇത്രയുള്ളേ അത് ഗോഡൗണാണ്, കംപ്ലീറ്റ് ഗോഡൗൺ. അത് കിട്ടൊക്കെ ഞങ്ങൾ പോയിട്ട് കാര്യമില്ല. ഗോഡൗൺ ശരിയായിട്ട് പണിത. പഴയത് വേറെ ടൈപ്പായിരുന്നു. അപ്പം നമുക്ക് ഇവിടെ നിർത്തുന്നതാണ് നല്ലതല്ലേ. റോഡിനെ പിന്നീട് കിട്ടും. നമുക്ക് അങ്ങോട്ട് പോവാം.